കരസേന മുൻ മേധാവി ജനറൽ നരവനെയുടെ പുസ്തകത്തിന്റെ പതിപ്പ് രാഹുൽ ഗാന്ധിക്ക് ആര് നൽകി എന്നതിൽ വിവാദം മുറുകുകയാണ് ഇപ്പോൾ. പുസ്തകത്തിന്റെ പതിപ്പ് ചോർന്നതിൽ ദില്ലി പോലീസ് ഗൂഢാലോചന സംശയിക്കുകയാണ്. പുസ്തകത്തിന്റെ ഹാർഡ് കോപ്പി രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചതും അന്വേഷിക്കും. പുസ്തകം ഇതുവരെ പ്രസിദ്ധീകരണത്തിന് നൽകിയിട്ടില്ല എന്ന് പെൻഗ്വിൻ ബുക്സ് വ്യക്തമാക്കി. പകർപ്പവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ നടപടി വേണം. ഇപ്പോൾ പ്രചരിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. രാഹുൽ ഗാന്ധി പുസ്തകവുമായി ലോക്സഭയിൽ എത്തിയിരുന്നു. ഇതാണ് ഇപ്പോൾ വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. ചൈനീസ് കടന്നുകയറ്റ സമയത്ത് സർക്കാർ വ്യക്തമായ ഉത്തരവ് നൽകിയില്ല എന്ന മുൻ കരസേനാ മേധാവി ജനറൽ നരവനെയുടെ ഓർമ്മക്കുറിപ്പ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ ഇത് ഉന്നയിക്കുന്നതിൽ നിന്ന് സർക്കാർ തടഞ്ഞത്. ഇതുവരെ പ്രകാശനം ചെയ്യാത്ത നരവനെയുടെ പുസ്തകവുമായാണ് രാഹുൽ ഗാന്ധി സഭയിൽ എന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം. ആദ്യം മാധ്യമങ്ങളെ പുസ്തകം കാണിച്ച രാഹുൽ ഗാന്ധി സഭയ്ക്കകത്തും പുസ്തകം ഉയർത്തിക്കാട്ടി. BJP അംഗം നിഷികാന്ത് ദുബെ നെഹ്റു കുടുംബത്തിനെതിരെ വ്യക്തിപരമായ ആരോപണങ്ങളുള്ള 5 പുസ്തകങ്ങൾ ഉയർത്തി തിരിച്ചടിച്ചിരുന്നു. അതേസമയം സ്പീക്കർക്കെതിരായ അവിശ്വാസ നീക്കത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം ഇന്നറിയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ബജറ്റ് ചർച്ച തുടങ്ങും മുമ്പ് രാഹുലിനെ സംസാരിക്കാൻ അനുവദിക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടും. സ്പീക്കറുടെ നിലപാട് അറിഞ്ഞ ശേഷമായിരിക്കും തീരുമാനം. സ്പീക്കർക്കെതിരായ നോട്ടീസിൽ ഒപ്പുവെക്കാൻ തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. സ്പീക്കർക്കെതിരായ അവിശ്വാസ നോട്ടീസ് നൽകണോ എന്ന കാര്യത്തിലാണ് കോൺഗ്രസും TMCയും ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇന്ന് തീരുമാനമെടുക്കുന്നത്. രാഹുൽ ഗാന്ധിയെ ബജറ്റ് ചർച്ച തുടങ്ങുന്നതിന് മുൻപ് സംസാരിക്കാൻ അനുവദിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. അംഗങ്ങളെ സസ്പെൻഡ് ചെയ്തത് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാകും രാഹുൽ ഗാന്ധി മുന്നോട്ട് വരുന്നത്. സർക്കാരുമായി ചർച്ച ചെയ്ത ശേഷം എന്തു വേണമെന്ന് അറിയിക്കാമെന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്. സ്പീക്കറുടെ നിലപാട് അറിഞ്ഞ ശേഷം പ്രതിപക്ഷം ഇന്ന് വീണ്ടും യോഗം ചേരും. തൃണമൂൽ കോൺഗ്രസ് സ്പീക്കർക്കെതിരായ നോട്ടീസിൽ ഒപ്പുവെക്കാൻ തയ്യാറായിട്ടില്ല. രാജ്യസഭയിൽ ബജറ്റ് ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്.